ഇത് മാരുതി ആൾട്ടോ എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് നമ്മൾ കംപ്ലൈൻ്റ് ആണ്, വണ്ടി ഓവർ ഹീറ്റായിട്ട് നിന്ന് പോയതാണ്. നമ്മൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വെള്ളവും ഓയിലും തമ്മിൽ മിക്സ് ആയിട്ടിരിക്കുന്നതാണ്. നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കിയപ്പോൾ നമുക്കത് മനസ്സിലായി. അങ്ങനെ വണ്ടി നേരെ കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നു. നമ്മളത് ഇവിടെ ഫുൾ അഴിച്ചു നോക്കി. അപ്പം വെള്ളം തീർന്നു പോയിട്ടാണ് ഇത് ഓവർ ഹീറ്റായി പോയത്. നമ്മൾ ലീക്കും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല. നമ്മൾ ഓൾറെഡി പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. വാട്ടറിൻ്റെ അകത്തോട്ടുള്ള കണക്ഷനൊക്കെ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും ഇവിടെ കണ്ടതില്ല. പിന്നെ റേഡിയേറ്റർ ബ്ലോക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ പമ്പ് അടിച്ച് നോക്കി, വാട്ടർ പമ്പ് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതിൻ്റെ ആ ഒരു ട്രിങ്സ് മൊത്തം തുരുമ്പടിച്ച് നശിച്ചു പോയിരിക്കുകയാണ്. അപ്പം വാട്ടർ സർക്കുലേഷൻ നടക്കത്തില്ല, പമ്പ് ഇങ്ങനെ ചുമ്മാ വർക്ക് ചെയ്യുന്നില്ല. റേഡിയേറ്ററിലും ഹെഡിലോട്ടൊന്നും ഇങ്ങനെ വാട്ടർ പമ്പ് ചെയ്ത് സർക്കുലേഷൻ നടക്കത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫാൻ വർക്ക് ചെയ്യാതെ വെള്ളം നിൽക്കാത്തത്, ഫാൻ വർക്ക് ചെയ്ത് വെള്ളം നിൽക്കാത്തത് കൊണ്ട് ഓവർ ഹീറ്റ് ആവും. അങ്ങനെ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തു, പമ്പ് പുതിയ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഹെഡ് പൊളഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. വണ്ടി ചൂടായിട്ട് നിന്ന് പോയപ്പോൾ ആ സമയത്ത് തന്നെ വണ്ടി സൈഡിലോട്ട് ഒതുക്കിയിട്ട് പിന്നെ കസ്റ്റമർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്കുകയായിരുന്നു വണ്ടി സ്റ്റാർട്ടാകുന്നതിനെന്നും പറഞ്ഞു. ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് കത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഓയിലിൻ്റെ ഹെഡിലോട്ട് ഇങ്ങനെ ഇത് വെള്ളം ഓയിലും മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വരുന്നത്. അപ്പം ഓയിൽ സർക്കുലേഷൻ കൊണ്ട് നടക്കുന്നുണ്ടാന്ന് കൂടെ നോക്കണം. ഹെഡിൻ്റെ ഇവിടെ കണ്ടിട്ട് ഓയിൽ വരുന്നതായിട്ട് കാണിക്കുന്നില്ല. ഇത് സ്ട്രെയിനർ കൂടെ ഒന്ന് അഴിച്ചു നോക്കേണ്ടി വരും. പക്ഷേ ഓയിൽ കറക്റ്റായിട്ട് മാറുന്നുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. ഇപ്പം ഹെഡ് പൊളച്ചിലുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളിപ്പോൾ എന്തായാലും ഗ്യാസ്കറ്റ് മാറ്റി കയറ്റി നോക്കുവാണ്. ഹെഡ് പൊളച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് തന്നെ പിന്നെയും കാണിക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ജസ്റ്റ് ഫേസ് മാത്രം നമ്മൾ ചുമ്മാ സ്മൂത്ത് പേപ്പർ ഇട്ട് പോളിഷ് ചെയ്ത് അങ്ങനെ കയറ്റുവാണ്. ഇതിപ്പോൾ ഹെഡ് പൊളയാനായിട്ട് ഒരു 100% ചാൻസും ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഹെഡ് പൊളയേണ്ടതാണ്. പക്ഷെ ഇത് കസ്റ്റമർ ഓവർ ഹീറ്റ് കാണിച്ച് വണ്ടി അപ്പം തന്നെ സ്റ്റോപ്പായപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാനോ വണ്ടി പിന്നെ ഓടിച്ചു നോക്കാനോ ശ്രമിച്ചില്ല. അതിന് മുമ്പ് തന്നെ നമ്മളെ വിളിച്ചത് കൊണ്ട് വണ്ടി ഇപ്പോൾ ഹെഡ് ബെൻഡാകാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഹെഡ് ബെൻഡാകുന്നതാണ്. അങ്ങനെയൊക്കെ ഹെഡ് ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഹെഡ് അഴിച്ച് പീസാക്കി നേരെ ലെയ്ത്തിൽ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ പ്രഷർ ചെക്ക് ചെയ്ത് ഫേസൊക്കെ ചെയ്ത് അതിനൊക്കെ നല്ലൊരു എമൗണ്ട് ആവും. ഇതിപ്പം കസ്റ്റമർക്ക് ഓവർ ഹീറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഓട്ടത്തിൽ തന്നെ കുറേ കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു മിസ്സിങ് കാണിച്ച് വണ്ടി നിൽക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ പെട്രോൾ തീരുന്ന കണക്കായിരിക്കാം മിസ്സിങ് കാണിക്കുന്നത്. വണ്ടി റേസ് വണ്ടി വലിക്കാതെ പെട്ടെന്ന് വണ്ടി ഓഫായി പോവും. പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാകത്തില്ല. വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നും. അതായത് ഹെഡ് പിസ്റ്റണൊക്കെ നല്ലപോലെ പഴുത്ത് നിൽക്കുന്നുണ്ടാവും. പിസ്റ്റൺ പഴുത്ത് കഴിയാൻ നേരത്ത് ഇച്ചിരി വികസിക്കുന്ന സമയത്ത് പിന്നെ എഞ്ചിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ടാണ് ഇങ്ങനെ വലിക്കും. തടുത്ത് കഴിയുമ്പോൾ പിസ്റ്റൺ ഇങ്ങനെ അകത്തോട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങും. ആ സമയത്ത് വണ്ടി പിന്നെ സ്റ്റാർട്ടാകും. അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾ ഇതേപോലെ ചില വാഹനങ്ങൾക്ക് ഹീറ്റിങ്ങിൻ്റെ അത് കറക്റ്റായിട്ട് ചിലപ്പോൾ കാണിക്കത്തില്ല. നീഡിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാകത്തില്ല ഓവർ ഹീറ്റായിട്ടാണ് വണ്ടി നിന്നത്. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഒരു കുഴപ്പമില്ല ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കുറേ കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ പെട്ടെന്ന് വണ്ടി പെട്രോൾ കിട്ടാത്തടക്ക് ഇങ്ങനെ വണ്ടി വലിക്കാതെ വന്ന് വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പായി പോകും. നമുക്ക് പിന്നെ പെട്രോൾ കിട്ടാത്തടക്കായിരിക്കും വണ്ടി നിന്ന് പോകുന്നത്. ആ സമയത്ത് നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനോ ഒന്നും ശ്രമിക്കരുത്. ചിലപ്പോൾ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്യാം കറങ്ങി വാൽവൊക്കെ വളഞ്ഞ് ബെൻഡായി പോകും. അതൊക്കെ പിന്നെ ഇരട്ടിപ്പണിയാണ്. ഇത് പഴുക്കുന്ന ഈ സംഭവം നമുക്ക് ഫേസ് ചെയ്ത് മാത്രം എടുത്താൽ മതി. പിന്നെ ഇങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്ത് വാൽവൊക്കെ വളഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ലേത്തി കൊണ്ടുപോയി വാൽവൊക്കെ മൊത്തം മാറ്റി അതൊക്കെ നല്ല ചാർജ് വരും.
പിന്നെ ഇതിന്നൊക്കെ രക്ഷപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സർവീസ് പക്കയായിരിക്കണം. എന്നുവെച്ചാൽ കൃത്യമായ ഇടവേളയിൽ തന്നെ വണ്ടികളെ സർവീസ് ചെയ്യുക, ഓയിലും ഇത് കൂളൻ്റും ഒക്കെ കൃത്യമാണെന്ന് ചെക്ക് ചെയ്യിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലോങ് ഓട്ടം പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ളൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ലോങ് ഓട്ടമാണ് പോകുന്നതെങ്കിൽ ജസ്റ്റ് ആ റേഡിയേറ്ററിൻ്റെ വെള്ളവും തുറന്ന് നോക്കുക, എഞ്ചിൻ ഓയിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് വണ്ടി എടുത്തിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധ്യത, ഈ വഴി കിടക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ പറയാൻ പറ്റത്തില്ല, ഓട്ടത്തിൽ റബ്ബർ പൈപ്പൊക്കെ പോകുന്നത് കൊണ്ട് കുറേ ലോങ്ങൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലോക്കിലൊക്കെ കിടന്ന് ഓടുന്ന വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഷർ ഇച്ചിരി കൂടെ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്, ഹീറ്റിംഗ് ഇച്ചിരി കൂടെ കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ പൈപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരിക്കത്തില്ല. അപ്പോൾ വാഹനവും കൊണ്ട് നടക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനവുമായിട്ട് വഴി കിടക്കേണ്ടി വരത്തില്ല. നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. സ്റ്റാർട്ടിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. റേസിനൊന്നും കുഴപ്പമില്ല. ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ വെള്ളമായിട്ട് മിക്സായിട്ടാണെന്ന് കാണിക്കുന്നില്ല. റേഡിയേറ്റർ തുറന്ന് നോക്കി, വെള്ളം കുറവൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് വന്നിട്ട് കൊണ്ടിട്ടതാണ്. കേട്ടത് അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയത്. ആ സമയത്ത് നോക്കിയപ്പോൾ ഓയിലിന് കുഴപ്പമില്ല, പിന്നെ റേഡിയേറ്ററിൽ ഓയിൽ മിക്സ് ആയിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഭാഗ്യത്തിന് അത് ഗ്യാസ്കറ്റ് മാറ്റിയപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഹെഡിന് ബെൻഡൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് കസ്റ്റമർക്ക് ഇന്ന് തന്നെ വണ്ടി കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലെയ്ത്ത് വർക്കൊക്കെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ പോലൊരു 3-4 ദിവസം ലെയ്ത്തിൻ്റെ വർക്ക് നമ്മുടെ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 3-4 ദിവസം അങ്ങനെ പോയാലും പിടിക്കുമായിരുന്നു. അതിപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ വണ്ടി ഗ്യാസ്കറ്റൊക്കെ മാറ്റി ഇന്ന് തന്നെ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചു. ഓയിലിൻ്റെ സ്ട്രെയിനറൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. ഓയിലൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓയിലൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇന്ന് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ഹെഡിലോട്ട് ഓയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ തന്നെ ഹെഡ് ചൂടായി ക്യാം ഷാഫ്റ്റിന് കൈമാറി സംഭവിച്ച് പെട്ടെന്ന് തന്നെ ഓട്ടത്തിൽ സ്റ്റക്കായി നിന്ന് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ല, ഹെഡ് വേറെ മാറ്റി വെക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പം ഓയിൽ വരാത്തത് 2-3 കാര്യങ്ങളുണ്ട്. പിന്നെ ഓയിൽ പമ്പ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ വരത്തില്ല. പിന്നെ സ്ട്രെയിനർ ബ്ലോക്ക് ആണെങ്കിൽ ഓയിൽ വരത്തില്ല. പിന്നെ കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കാർബണൊക്കെ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഓയിൽ സ്ട്രെയിനർ അത് ഓയിൽ മേപ്പോട്ട് വലിക്കത്തില്ല, അങ്ങനെയും ഓയിൽ വരാതിരിക്കും. അപ്പോൾ ഓയിലൊക്കെ കറക്റ്റ് കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മാറ്റി കൊടുത്തേക്കണം. ഏകദേശം 10,000 കിലോമീറ്ററൊക്കെ കമ്പനി പറയുമെങ്കിലും നമുക്കൊരു 8,000 കിലോമീറ്റർ ആയി കഴിയുമ്പോൾ തന്നെ എഞ്ചിൻ ഓയിലൊക്കെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ എഞ്ചിൻ പണിക്കുള്ള സാധ്യതകളൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് ആ ഓയിലിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓയിൽ ലെവൽ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല.
കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്. കറക്റ്റ് മാക്സിമം ലെവലിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓയില് കുറയുന്നൊന്നുമില്ല. ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് മേളിൽ വരുന്ന ഒരു പണിയായിരുന്നു ഇത്. പക്ഷെ നമുക്കത് 6,000 രൂപയ്ക്ക് താഴെ തീർക്കാനായിട്ട് സാധിച്ചു. കാരണം ഹെഡ് ബെൻഡ് ആകാഞ്ഞുകൊണ്ട് കസ്റ്റമർ രക്ഷപ്പെട്ടു.